ഗായത്രിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ണി അപ്പോൾ തന്നെ ലോണിനെല്ലാം അപേക്ഷിച്ച് ലോണെല്ലാം പാസ്സാക്കി തൻ്റെ അച്ഛൻ്റെ ഓർമ്മയായിട്ടുള്ള ബസ്സിൽ തന്നെ താമരാക്ഷം പിള്ള റെസ്റ്റോറൻറ്റ് ആരംഭിച്ചു. പ്രതീക്ഷയെക്കാളും വലിയ രീതിയിൽ തന്നെ തൻ്റെ റെസ്റ്റോറൻറ്റ് വളരുകയായിരുന്നു. എല്ലാ സമയത്തിനും ഒപ്പം തൻ്റെ സുഹൃത്തുക്കളും ഭാര്യ വാസന്തി എന്ന ഗായത്രിയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. റോഷിയായിരുന്നു അവിടുത്തെ മെയിൻ ഷെഫ്. ഗായത്രി ഉണ്ണികൃഷ്ണനും ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുവരും ഭയങ്കര സ്നേഹത്തിൽ തന്നെയാണ്. വാസന്തി ഇല്ലാത്തൊരു ജീവിതത്തിനെ പറ്റി ഉണ്ണികൃഷ്ണന് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഉണ്ണികൃഷ്ണൻ്റെ എല്ലാ വളർച്ചയ്ക്ക് പിന്നിലും വാസന്തി തന്നെയായിരുന്നു. താമരാക്ഷം പിള്ള മൊബൈൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് മാറി വലിയൊരു റെസ്റ്റോറൻറ്റ് തന്നെ അവർക്ക് അടുത്തതായി തുടങ്ങാൻ പറ്റി. പ്രതീക്ഷയെക്കാളും വലിയൊരു വളർച്ച തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണനും കൂട്ടുകാർക്കും ഉണ്ടായിരുന്നത്. വലിയൊരു ബിസിനസ് മാനായി തന്നെ ഉണ്ണികൃഷ്ണൻ വളർന്നു. എല്ലാത്തിനും ഒപ്പം നിൽക്കാൻ തൻ്റെ ഭാര്യയും തൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും വലിയ നിലയിലായെങ്കിൽ പോലും അവർക്ക് ഏറ്റവും എന്നും പ്രിയപ്പെട്ട ഇടമെന്ന് പറയുന്നത് മൊബൈൽ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. പറ്റുമ്പോഴെല്ലാം അവിടേക്കും അവർ പോകാറുണ്ട്. പറ്റുമ്പോഴെല്ലാം ഗായത്രിയുടെ അച്ഛൻ ഗായത്രിയെ കാണാനായിട്ട് ഓടിയെത്താറുമുണ്ട്. മകളുടെ ഭർത്താവിൻ്റെ ഈ വളർച്ചയിൽ ഏറ്റവും അധികം അഭിമാനിക്കുന്ന ആൾ തന്നെയാണ് സുന്ദരേശൻ. അദ്ദേഹത്തിൻ്റെ ഒരു പൈസ പോലും വാങ്ങിക്കാതെ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ ഈ നേട്ടങ്ങളെല്ലാം തന്നെ കൈവരിച്ചത്. അതിൻ്റെ ഒരു അഭിമാനവും അദ്ദേഹത്തിന് എന്നും ഉണ്ണികൃഷ്ണൻ്റെ ഓർത്തുണ്ട്. ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടം തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണൻ്റെ ബസ്സും അച്ഛൻ്റെ ഓർമ്മയായ ആ ബസ്. അതുതന്നെയാണ് ഉണ്ണികൃഷ്ണൻ്റെ എല്ലാം. ഉണ്ണികൃഷ്ണൻ്റെ തളർച്ചയിലും വളർച്ചയിലുമൊക്കെ ഒപ്പമുണ്ടായിരുന്ന ആളാണ് സുന്ദരേശൻ. ഇന്നും ഉണ്ണികൃഷ്ണനോടൊപ്പം തന്നെയാണ് സുന്ദരേശൻ്റെ ജീവിതം. കാലങ്ങൾ ഇത്ര കഴിഞ്ഞും സുന്ദരേശനും എലിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല. അത് അങ്ങനെയും തന്നെ നടന്നു പോകുന്നുണ്ട്. രസകരമായ ആ കാഴ്ച ഇപ്പോഴും താമരാക്ഷം ബസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ പാസ്പോർട്ട് കടിച്ചു കയറുകയും തനിക്ക് ദുബായിൽ വന്ന് നല്ലൊരു അവസരം നശിപ്പിച്ചതോടുകൂടി തുടർന്നിയ ശത്രുതയാണ് എലിയുമായിട്ട് സുന്ദരേശന്. അത് ഇന്നും മാറിയിട്ടില്ല. ഇന്നും തൻ്റെ ദുബായ് സ്വപ്നവുമായി സുന്ദരേശൻ മുമ്പോട്ട് പോവുകയാണ്. ഗായത്രിയും ഉണ്ണികൃഷ്ണനും തമ്മിലുള്ള സ്നേഹം ഇന്നും നിലനിന്ന് പോവുകയാണ്. വളരെയധികം സ്നേഹത്തിൽ തന്നെയാണ് ഇരുവരും ഇപ്പോഴും ജീവിക്കുന്നത്. വാസന്തിയായി ഉണ്ണിയുടെ ജീവിതത്തിലേക്ക് വന്ന ഉണ്ണികൃഷ്ണൻ്റെ ജീവിതം ആകെ മാറ്റിമറിച്ച വ്യക്തിയായിരുന്നു ഗായത്രി. കോടീശ്വരിയാണെന്നറിഞ്ഞിട്ടും തൻ്റെ ഒരു പൈസ പോലും വാങ്ങിക്കാതെ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ തൻ്റെ ബിസിനസ്സെല്ലാം ഇത്രയും വളർത്തി ഈ നിലയിൽ എത്തിയതും. തനിക്ക് ആവശ്യം തൻ്റെ ഗായത്രിയെ മാത്രമായിരുന്നു. വാസന്തിയായി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന തൻ്റെ ജീവിതം ആകെ മാറ്റിമറിച്ച വ്യക്തിയായിരുന്നു ഗായത്രി. ആദ്യം മുതലുള്ള ആ പ്രണയം തന്നെയാണ് ഇന്നും ഇവർ തമ്മിലുള്ളത്. എന്നും അതേ സ്നേഹത്തിൽ തന്നെ നിലനിന്ന് പോവുകയാണ്. താമരാക്ഷം പിള്ള ബസ്സും റെസ്റ്റോറൻറ്റും എല്ലാമായി വളരെയധികം ഗംഭീരമായി തന്നെ ഇരുവരുടെയും ജീവിതം നടന്നു പോവുകയാണ്.